നീന കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് നീന കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ അൻസിബ എന്ന പെൺകുട്ടിക്ക് നീതി ലഭിക്കാതെ ഇരിക്കാൻ, അവൾക്ക് വേണ്ട നീതി നിഷേധിക്കാൻ വേണ്ടി പുതിയൊരു താരത്തെ രംഗത്തിറക്കിയിരിക്കുന്നു. കൊച്ചിയിലെ അമ്മ ഓഫീസിലെ ഫ്രണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അതുല്യ പറയുന്ന കഥകൾ ഞാനും കേട്ടു, നിങ്ങളും കേട്ടതായിരിക്കും. ആ പെൺകുട്ടി പറയുന്നതിനകത്ത് സത്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഇത്രയും നാൾ അതുല്യ എവിടെയായിരുന്നു? എന്തിനാണ് കൃത്യം ഈ സമയത്ത് തന്നെ, അൻസിബയുടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അതുല്യ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്? അൻസിബയുടെ വിഷയത്തിൽ നിന്ന് എല്ലാവരും തിരിഞ്ഞ് അതുല്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ? വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, കടക്ക് പുറത്ത് ആ ഡയലോഗ് ഇല്ല. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ധൈര്യപൂർവ്വം നിങ്ങളുടെ കമൻറ്റുകൾ പറയുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ മറക്കാതെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമേ അൻസിബയുടെ ഒരു വോയിസ് ക്ലിപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, എന്നിട്ട് ബാക്കി കാര്യത്തിലേക്കൊക്കെ പോവാം. ഇത് നിങ്ങൾ കേൾക്കുക. നമ്മുടെ സാബു ഉണ്ടല്ലോ, സാബുവിനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ്. നമസ്കാരം സാബു ചേട്ടാ, ഞാൻ ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്നെ ഒരുപാട് ദ്രോഹിച്ചു, ഉപദ്രവിച്ചു, എന്നെ മെന്റൽ ഹരാസ് ചെയ്തു. ലക്ഷ്മിപ്രിയ എനിക്കെതിരെ നൽകിയൊരു വ്യാജ പരാതിയുടെ പേരിൽ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലെ രേഷ്മ 3 മണിക്കൂർ ഹരാസ് ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് എല്ലാം അതുപോലെയൊക്കെ തന്നെ പെരുമാറിയത്. പിന്നെ ഒരു ASI ഉണ്ടായിരുന്നു വനജ, അവരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്നിട്ട് എനിക്കിതുവരെ ഒരു നീതി കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി കംപ്ലൈൻറ്റ് അയച്ചത്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പ്ലീസ്? ലക്ഷ്മിപ്രിയ വിഷയത്തിലാണ് അൻസിബ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്, അല്ലാതെ ടിനി ടോമിനെതിരെയല്ല. ടിനി ടോമിന് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ടിനി ടോമിനെ ഒരു തെറ്റ് ചെയ്തു അവൻ എന്നും പറഞ്ഞ് ഒരു പരാതിയിൽ ഉൾപ്പെടുത്താനുള്ള തെളിവുകളൊന്നും അൻസിബയുടെ ഇല്ല. മനസ്സിലായില്ലേ? അവിടെ ഇവിടെ പോയിരുന്ന് ഇവ പറയുന്നുണ്ട്, അവൾ അങ്ങനെയാ, അവൾ ഇങ്ങനെയാ, അവൾക്ക് മറ്റവനുമായിട്ട് മറ്റേതാ, ഈ ഒരു സാധനമുണ്ട്. പക്ഷെ അതിനൊന്നും പ്രൂഫ് ഇല്ല. മനസ്സിലായില്ലേ? ഒരു തരത്തിലും പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടിനി ടോമിന് എപ്പോഴും പണ്ടേ സേഫ് ആണല്ലോ. സോ ടിനി ടോമിനെതിരെ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ലക്ഷ്മിപ്രിയ, അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയുടെ കൂടെ അൻസിബയെ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുത്തി ഒരു മോശം രീതിയിൽ തന്നെ ആ പെൺകുട്ടിയോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു SIക്കെതിരെയുമാണ് അൻസിബ ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. നഷ്ടപരിഹാര തുക ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ എന്താവുമെന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അമ്മയ്ക്കുള്ളിൽ AMMA എന്ന ആ ഒരു താര സംഘടനയ്ക്കുള്ളിൽ പല വൃത്തികേടുകളും നടക്കുന്നുണ്ടെന്ന് പണ്ട് തൊട്ടേ പലരും പറഞ്ഞ് നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ഇപ്പൊ അൻസിബയും രംഗത്ത് വന്നു. മനസ്സിലായില്ലേ? എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗമാണ്, രാജിവെച്ചു അതിനകത്തെ തെമ്മാടിത്തരങ്ങൾ കാരണം. എന്നിട്ട് അവരും രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് മാറ്റിമറിക്കണമല്ലോ. അതിന് പുതിയൊരു പരാതി, പുതിയൊരു വ്യക്തി, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജർ അതുല്യ. ഞാനിപ്പോഴും പറയുന്നു, ആ പെൺകുട്ടി പറയുന്നതിനകത്ത് കുറെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ കാണുവടേ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പം അൻസിബ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ അതുല്യം പറയുമായിരിക്കും, ധൈര്യം ഉണ്ടായിരുന്നില്ല, ട്രോമ, അങ്ങനെ പലതും പറയുമായിരിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കറക്റ്റ് ഈ ഒരു ടൈമിൽ തന്നെ, അതും അൻസിബയെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയാണോ രംഗത്ത് വന്നത്, കുക്കു പരമേശ്വരനല്ല, നീന കുറുപ്പ്, അവർക്കെതിരെയൊക്കെയാണ് അതുല്യ ഇപ്പൊ സംസാരിക്കുന്നത്. സോ ആരാണെങ്കിലും ഒന്ന് സംശയിക്കും, ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണം? അപ്പോൾ ഈ അൻസിബയുടെ കേസ് ഉഡായിപ്പാണോ എന്നാരും ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ നിന്ന് ചില ആളുകൾ പിരികൊടുത്ത് ഇറക്കിയതാണോ ഈ പെൺകുട്ടിയെ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ സംശയിക്കും അങ്ങനെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് ഞാൻ ബാക്കി വാതോരാതെ പറയാം. താരസംഘടന അമ്മയിൽ പൊട്ടിത്തെറി തുടരുന്നു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ ഗുരുതര ആരോപണവുമായി അമ്മ മാനേജർ അതുല്യയുമായി അപകീർത്തികരമായ ബന്ധമുണ്ടെന്ന് പറയാൻ സെക്യൂരിറ്റി ജീവനക്കാരനെ കുക്കു പരമേശ്വരൻ നിർബന്ധിച്ചുവെന്നാണ് പരാതി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് അതുല്യ പരാതി നൽകി. ഉണ്ണി ശിവപാലിന് വേണ്ടി കുക്കു പരമേശ്വരൻ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ആരോപണമുണ്ട്. ഗൂഢാലോചനയും ഭീഷണിപ്പെടുത്തലും നടന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദ് സമ്മതിക്കുന്ന ഓഡിയോ സംഭാഷണം അതുല്യ പുറത്തുവിട്ടു. ആദ്യം അത് കേൾക്കാം. മുഹമ്മദ് ഇതൊന്നെ കൂടെ നിന്നാ മതി, ആരും അറിയാനും പോകുന്നില്ല, അതെങ്ങനെ പറയണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം.
ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുഹമ്മദ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. മുഹമ്മദിന്റെ ഫോൺ അവിടെ ഫോൺ കയ്യിൽ ഫോൺ എന്താ പറയുക, ഇതൊന്നും റെക്കോർഡൊന്നും വരരുത്, അതുകൊണ്ട് അപ്പുറം തെറ്റിദ്ധരിക്കരുതേ എന്നല്ല. ഫോൺ മേശപ്പുറത്ത് വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മേഡം ഇങ്ങനെ രാത്രി വീട്ടിൽ പോയതിന്റെ ശേഷം എന്നെ വിളിച്ചിട്ട് അവര് പറഞ്ഞു, നമ്മളെ സെക്രട്ടറി എന്നോട് ഇത് പറഞ്ഞത് എന്ത്, കുറച്ച് ഒരു ശോകത്തിൽ നിൽക്കണം, അപ്പോഴത് വിശ്വസനീയമാവുള്ളൂ ആക്ട് ചെയ്യുമ്പോ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ടിനിസാർ ഇപ്പൊ എന്നോട് തീർച്ചയായിട്ട് പറഞ്ഞേ, മോദ ലോകത്തൊരു വൃത്തികെട്ട സ്ത്രീ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് ഈ സ്ത്രീയാണ്. അത് മാത്രം മുഹമ്മദ് മനസ്സിൽ വെച്ചാൽ മതി. എന്ത് ചോദിക്കുകയാണെങ്കിലും വിളിക്കുകയാണെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പഠിക്കണ്ട. ലബി, ഗുഡ് മോർണിംഗ് ലബി. ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെ? ഏത് കളിയും കളിക്കും എന്നുള്ളതാണ്. ഡോക്ടറും തീർച്ചയായും ഇപ്പോൾ അമ്മയുടെ മാനേജർ അതുല്യ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായ മുഹമ്മദുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. 3 ഓഡിയോ ക്ലിപ്പുണ്ട്. അത് 3ഉം ഞാൻ വ്യക്തമായി കേട്ടു. ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എങ്കിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് മാനേജർ അതുല്യയുമായി അപകീർത്തികരമായ ബന്ധമുണ്ട് എന്ന് മുഹമ്മദ് സമ്മതിക്കണം പുറത്ത്. ആ മുഹമ്മദ് സമ്മതിക്കാനായി മുഹമ്മദിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനാണ് എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് മുഹമ്മദ് ഈ ഓഡിയോ ക്ലിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് അതുല്യയോട് പറയുകയാണ് മുഹമ്മദ് തന്നെ നിർബന്ധപൂർവ്വം ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഒരു ബാക്കി നമുക്ക് കേൾക്കാമേ. അപ്പൊ സംഗതി അതിന്റെ ഒരു കിടപ്പുവശം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുക്കു പരമേശ്വരൻ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയുകയാണ്, താനും അതായത് സെക്യൂരിറ്റിയും അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജറും തമ്മിൽ ഡിങ്കോളാഫിയാണെന്ന് പറഞ്ഞു പരത്തണം, അല്ലെങ്കിൽ ആണെന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് കുക്കു പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന സെക്യൂരിറ്റി സമ്മതിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുക്കു പരമേശ്വരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അതുല്യോട് സമ്മതിക്കുന്ന വോയിസ് ക്ലിപ്പാണ് പുറത്തു വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? കുക്കു പരമേശ്വരൻ പറയുന്ന ഈ മുഹമ്മദിനോട് നിർബന്ധിക്കുന്ന എന്തെങ്കിലും വോയിസ് ക്ലിപ്പും കൂടെ ഉണ്ടോ? ഇത് മുഹമ്മദ് അതുല്യോട് പറയുന്ന വോയിസ് ക്ലിപ്പ്, ഓക്കെ, അത് ഉണ്ട്. അത് മുഹമ്മദിനെയും അതുല്യെയും കഴിവാക്കി, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും കൂട്ടുപിടിച്ചിട്ട് ഈ കേസ്, ഈ അൻസിബയുടെയൊക്കെ വിഷയം ഒന്ന് മാറ്റിക്കളയാൻ വേറെ ഏതെങ്കിലും ചേട്ടായിമാർ കളിച്ചതാണെങ്കിലോ? അല്ല, നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? അങ്ങനെ ആണെങ്കിലോ? ഇല്ലെങ്കിൽ ഈ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന എന്തെങ്കിലും വോയിസ് ക്ലിപ്പ്, അതിനെപ്പറ്റി ഇനി മുന്നോട്ട് വല്ലതും പറയുന്നുണ്ടോ നമുക്ക് കേൾക്കാം, എന്നിട്ട് ആ പോയിന്റ് എടുക്കുന്നതായിരിക്കുമല്ലേ നല്ലത്. പക്ഷെ എന്നിരുന്നാലും എന്തൊക്കെയാണെങ്കിലും സംശയം ഒരുപാടുണ്ട്. ചുമ്മാ അങ്ങോട്ട് ഇതിനകത്തോട്ട് കയറി വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. പ്രത്യേകിച്ച് അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് മാനേജർ അകത്തുള്ളൊരു കളിയല്ല, പുറത്തേക്ക് ഇതിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും അതാ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം, എന്നിട്ട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാം. പശ്ചാത്തലവുമുണ്ട്. ഉണ്ണി ശിവപാലിനെതിരെ ആദ്യം അതുല്യ പരാതിപ്പെടുന്നു. അതുല്യയുടെ പരാതി നിൽക്കുന്ന സമയത്ത് തന്നെ അതുല്യക്കെതിരെ നടപടി വരുന്നു. അതുല്യക്കെതിരെ നടപടി എന്ന് പറയുമ്പോൾ അതുല്യക്കെതിരെ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു അപകീർത്തികരമായ ഒരു ബന്ധം സെക്യൂരിറ്റി ജീവനക്കാരനോട് അതുല്യക്കുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ പരാതി. ആ പരാതി നേരത്തെ തന്നെ അതുല്യ സിറ്റി പോലീസ് കമ്മീഷണർക്കും നോർത്ത് പോലീസ് സ്റ്റേഷനിലും ലേബർ ഓഫീസർക്കും നൽകിയിരുന്നു. എന്നാൽ ആ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അതുല്യയെ വിളിച്ചു വരുത്തുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനെയും വിളിച്ചു വരുത്തി അവിടെ വെച്ച് ഈ ടെർമിനേഷൻ നടപടികൾ, അതുല്യയെ ടെർമിനേറ്റ് ചെയ്തിരുന്നു ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ. അപ്പോൾ ടെർമിനേറ്റ് ചെയ്ത നടപടികളൊക്കെ നിർത്തിവെക്കുന്നു. അത് അമ്മയിലേക്ക് തിരിച്ച് മാനേജർ തസ്തികയിലേക്ക് അതുല്യയെ തിരിച്ചെടുക്കുന്നു എന്നും പറയുന്നു. ആ പ്രശ്നം അവിടെ നിൽക്കുന്നു. ഓക്കെ, അപ്പൊ സംഗതിയുടെ ഒരു കിടപ്പുവശം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കുക്കു പരമേശ്വരൻ അല്ല, നമ്മുടെ ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ അമ്മയിലുള്ള വേറൊരാൾക്കെതിരെ പരാതി പെടുന്നു. മനസ്സിലായോ? അതുകൊണ്ട് കുക്കു പരമേശ്വരൻ ഇടപെട്ട് ഈ രണ്ടുപേരെയും, അതായത് അവിടുത്തെ സെക്യൂരിറ്റി മുഹമ്മദിനെയും ഈ അതുല്യം തമ്മിൽ അങ്ങോട്ട് അപരാധം പറഞ്ഞ് അങ്ങോട്ട് ഇറക്കി, അല്ലെങ്കിൽ മുഹമ്മദിനോട് പറഞ്ഞു, മോനെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞേക്കാൻ കുക്കു പറഞ്ഞെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി, മറ്റേ അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഇതിനകത്ത് തന്നെ ഈ സംഘടനയ്ക്കകത്തുള്ള ഒരു വ്യക്തിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഉള്ളതായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല, ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ കുക്കു പരമേശ്വരൻ ഇടപെട്ട് സെക്യൂരിറ്റിയോട് നിങ്ങൾ തമ്മിൽ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തോ വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഈ അൻസിബയുടെ കേസൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു പരിപാടി അല്ലേ ചേട്ടന്മാരെ ഇത്? ടിനി ടോമേട്ടാ വെളിയിരുന്ന് ബുദ്ധി പ്രവർത്തിപ്പിക്കുന്നതാണോ പെങ്കൊച്ച് തനിക്കെതിരെ അത്രയും പറഞ്ഞതിന്? അല്ല, ചോദിക്കണം, സംശയിക്കണം തന്നെ.
താൻ അത്ര ക്ലീൻ ആൻഡ് നീറ്റ് ഇമേജ് ഉള്ളൊരു വ്യക്തിയായിട്ട് എല്ലാവരും നിങ്ങളെ കാണുമെങ്കിലും അങ്ങനെ അല്ല എന്ന് നിങ്ങളെ പേഴ്സണലി അറിയാവുന്നവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാട്ടായം നല്ല വ്യക്തമായിട്ട് കണ്ട ഇച്ചിരി ആലോചിക്കാൻ കഴിവുള്ളവർക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ചേട്ടാ, അത്ര നീറ്റൊന്നും അല്ല ചേട്ടനെന്ന്. മനസ്സിലായില്ലേ? എനിക്കെന്തോ ഇതൊരു വ്യാജ പരാതിയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യം കാണും. ആ പെൺകുട്ടി ചിലപ്പം അവിടെ ഉള്ള വേറൊരാൾക്കെതിരെ, അകത്തുള്ള ഒരാൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും വൃത്തിയുടെ വല്ലതും കാണിച്ചിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലാക്കാം, കാണുമായിരിക്കും. പക്ഷെ എന്നാലും അതിൻ്റെ അപ്പുറം അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഈ പരിപാടികളുണ്ടോ? അൻസിബയുടെ ഈ ഒരു കേസ് വരുന്ന സമയത്ത് തന്നെ അവരെ രണ്ടുപേരെയും തമ്മിൽ മറ്റേ പരിപാടിയാണ് എന്ന് അവർ, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്കിനി അടുത്തൊരു വാർത്തയിലേക്ക് പോകാം. അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ അൻസിബ നൽകിയ പരാതി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരിഹരിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതേസമയം തൊഴിൽ പീഡന ആരോപണത്തിൽ വീണ്ടും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഓഫീസ് സ്റ്റാഫ് അതുല്യ പരാതി നൽകി. നീന കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് പരാതി. വിവരങ്ങളുമായി നവമി ദിനേശ് ചെയ്യുന്നുണ്ട്. നവമി, ഓക്കെ, മതി. ഉണ്ണി ശിവപാൽ, അതാണ് കേട്ടോ ചേട്ടായിയുടെ പേര്. ആ പെൺകുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശം പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പരാതി കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, കുക്കു പരമേശ്വരനെതിരെ, ഉണ്ണി ജയപാലിനെതിരെ ഒക്കെ വോയിസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവര്, ഈ കുക്കു ആണെങ്കിലും ശരി, ഉണ്ണിയാണെങ്കിലും ശരി, ഇവര് ഈ പെൺകുട്ടിയെ തകർക്കണം, അതുല്യെ തകർക്കണം, മുഹമ്മദ് നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന എന്തെങ്കിലും വോയിസിനെ പറ്റി ആരും ഇവിടെ പറയുന്നത് കേട്ടില്ല. അല്ലെങ്കിൽ മുഹമ്മദിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് മുഹമ്മദ് പറയുന്നതാണ്. മുഹമ്മദ് എന്തെങ്കിലും തെളിവുകൾ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വിശ്വസിക്കാം. പിടികിട്ടിയോ? അത് മെയിൻ ഒരു പോയിന്റ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കേട്ടായിരുന്നല്ലോ, അൻസിബയുടെ കഥ കേൾക്കാനായിട്ട് ഇനി ആരും നിൽക്കത്തില്ല. പുതിയ ആരും വന്നിരുന്ന് അങ്ങോട്ട് മറ്റേ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ, പിഷാരടിയും ധ്യാനും ഒക്കെ വേണം, അവരുടെ ഫ്രണ്ടിലെ ഞാനും വന്ന് പറയൂ എന്ന് പറയണം. എനിക്ക് അവരുടെ ഫ്രണ്ടിൽ പറയണമെന്നാണ് പറഞ്ഞത്. എനിക്ക് അവരുടെ ഫ്രണ്ടിൽ പറയണം, അവരെ കൂടെ ഇരുത്തു, അവരെ പിടിച്ചിരുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്നും പറ്റത്തില്ല. നീ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോടെ. ഈ ഒരു മൂഡാണ്, ഈ ഒരു ലൈനാണ് അവർ പിടിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പൊതുജനം മൊത്തത്തിലങ്ങ് കഴുതയല്ല. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. അൻസിബയുടെ കേസ് തള്ളിപ്പോണം, അതിനു വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ പരിപാടി, അത്രേ ഉള്ളൂ. എനിക്കിതിനെ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി എന്തായാലും ആ പെൺകുട്ടി അതുല്യ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് വേണമെങ്കിൽ കേട്ടേക്കാം കുറച്ച്. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ, എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീന കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീന കുറുപ്പ്, ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീന കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിമായിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. മതി മോളെ, എന്നാണ് ഈ പെൺകുട്ടി പരാതി കൊടുത്തത്? അതാരും മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. റിപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് അതും കൂടെ വെച്ച് സംസാരിക്കാമായിരുന്നു. എന്നാണ് ഈ പെൺകുട്ടി പരാതി കൊടുത്തത്? അതും കൂടെ ക്ലിയർ ആയിട്ടൊന്ന് അറിയണം. ഞാൻ എൻ്റെ വഴിയിലൂടെ ഒന്ന് അറിയാൻ ശ്രമിക്കട്ടെ. കാരണം അൻസിബയുടെ ഈ ഒരു വിഷയം പൊട്ടിയതിന് ശേഷമാണോ, സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണോ ഈ പെൺകുട്ടി പരാതിയായിട്ട് മുന്നോട്ട് പോയത്, അതോ അതിൻ്റെ മുമ്പേ പോയിട്ടുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ ക്ലിയർ ആവാനുണ്ട്. അൻസിബയുടെ ഈ ഒരു വിഷയം വന്നതിന് ശേഷമാണെങ്കിൽ, ഈ അടുത്താണെങ്കിൽ ഉറപ്പിച്ചോ, അത്രേ ഉള്ളൂ. മേളിൽ നിന്ന് ചേട്ടന്മാരുടെ പിടിവലി അതിൻ്റെ പുറത്ത് കൊടുത്തത്. എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് അൻസിബയുടെ വിഷയം തള്ളിമാറി പോകണം. വൈരാഗ്യം കാണും, ടിനി ടോമിനൊക്കെ ഓഫ്കോഴ്സ് ദേഷ്യം കാണും. പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു അവൻ ഇങ്ങനെയാണെന്ന്. അത് മാത്രമല്ല, അവൻ്റെ പല പരിപാടികളും മെയിൻ സ്ട്രീം ചാനലുകൾ വഴി കണ്ട, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് വഴി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഇവൻ അത്ര ഡീസൻ്റ് അല്ലെന്ന്. ആ ഒരു സാധനം ഉള്ളത് കൊണ്ടായിരിക്കാം, ആ ഒരു ദേഷ്യം കാണും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുന്നതേ ഈ ഒരു പരിപാടിക്ക്. ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.